അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തവർക്ക് കാലം കരുതിവെച്ച ശക്തമായ തിരിച്ചടി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായും ഭർത്താവും MLA-യുമായിരുന്ന സച്ചിൻ ദേവുമായുണ്ടായ നടുറോഡിലെ തർക്കത്തെ തുടർന്ന് KSRTCയിൽ നിന്നും ക്രൂരമായി പിരിച്ചുവിടപ്പെട്ട താൽക്കാലിക ഡ്രൈവർ LH യദുവിന് ഇനി കേരള നിയമസഭയിൽ പുതിയ ഔദ്യോഗിക ജോലി. നിയമസഭയിലെ ഡ്രൈവറാണ് യദുവിനി. ചാണ്ടി ഉമ്മൻ നൽകിയ ശുപാർശ പ്രകാരം യദുവിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോലി നൽകി. കേരളം ആഗ്രഹിച്ച ജോലി. ബാലസംഘം മുതൽ പാർട്ടി വളർത്തിയെടുത്ത VIP ദമ്പതിമാർക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടി നേരിട്ട അതേ വേളയിലാണ് CPM ഭരണകൂടം വേട്ടയാടിയ സാധാരണക്കാരനായ യദു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക് തലയുയർത്തി നടന്നുകയറുന്നത്. സച്ചിൻ ദേവിന് നിയമസഭാംഗത്വം നഷ്ടപ്പെടുകയും ആര്യ രാജേന്ദ്രന് സീറ്റ് പോലുമില്ലാതെ മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ഈ രാഷ്ട്രീയ ക്ലൈമാക്സ് പൂർണ്ണമാവുകയാണ്. നടുറോഡിൽ വെച്ച് KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLA-യുടെയും നടപടി കേരളത്തിൽ വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. എന്നാൽ തെറ്റ് ചെയ്ത VIP-കളെ സംരക്ഷിക്കാൻ പോലീസും CPM ഭരണകൂടവും ഒന്നിച്ചിറങ്ങുന്ന കാഴ്ചയാണ് അന്ന് കേരളം കണ്ടത്. അധികാര സ്വാധീനം ഉപയോഗിച്ച് യദുവിനെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയും ഒടുവിൽ KSRTCയിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ ക്രൂരമായി പിരിച്ചുവിടുകയും ചെയ്തു. ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് അന്ന് CPM-ന്റെ നേതാക്കൾ തല്ലിക്കൊഴിച്ചത്. എന്നാൽ തോറ്റുകൊടുക്കാൻ യദു തയ്യാറായിരുന്നില്ല. കാലം കറങ്ങിത്തിരിഞ്ഞ് UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ കഥയാകെ മാറി. ഒരു വശത്ത് യദുവിനെ വേട്ടയാടിയ CPM-ന്റെ നേതൃത്വത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ കൃത്യമായ മറുപടി നൽകി. സച്ചിൻ ദേവിന് ഇത്തവണ നിയമസഭാംഗത്വം നിലനിർത്താനായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആര്യ രാജേന്ദ്രൻ വൻതോതിൽ കരുക്കൾ നീക്കിയെങ്കിലും പാർട്ടി ഒടുവിൽ സീറ്റ് പോലും നൽകാൻ തയ്യാറായില്ല. ഇങ്ങനെ ജനങ്ങളാലും സ്വന്തം പാർട്ടിയാലും തഴയപ്പെട്ട് ആര്യയ്ക്കും സച്ചിൻ ദേവിനും പണിപോയ അതേ സമയത്താണ് തങ്ങൾ അടിച്ചമർത്താൻ നോക്കിയ സാധാരണക്കാരൻ നിയമസഭാ മന്ദിരത്തിലേക്ക് പുതിയ ഭരണത്തിൽ നിയമിതനാകുന്നത് എന്നുള്ളത് വിരോധാഭാസമായി തുടരുന്നു. യദുവിനെ തകർക്കാൻ നോക്കിയവർ പുറത്തുപോയ നിയമസഭയുടെ മുറ്റത്തേക്ക് അതേ നിയമസഭയിലെ ഒഫീഷ്യൽ വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവറായാണ് യദു അഭിമാനത്തോടെ സ്റ്റിയറിംഗ് പിടിക്കുക. നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ MLA ഹോസ്റ്റലിൽ നിന്നും ജനപ്രതിനിധികളെ സുരക്ഷിതമായി നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിക്കുക എന്ന സുപ്രധാന ചുമതലയാണ് യദുവിന് ലഭിച്ചിരിക്കുന്നത്. നിയമസഭയിലെ പുതിയ ജനപ്രതിനിധികൾ ഇനി യാത്ര ചെയ്യുന്നത് യദു നിയന്ത്രിക്കുന്ന വാഹനത്തിലായിരിക്കും. അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ സന്ദേശമായി യദുവിന്റെ ഈ സ്റ്റിയറിംഗ് പിടുത്തം മാറിക്കഴിഞ്ഞു. പുതുപ്പള്ളിയുടെ പ്രിയ MLA ചാണ്ടി ഉമ്മന്റെ ശക്തമായ ഇടപെടലാണ് ഈ വലിയ നീതിക്ക് വഴി തുറന്നത്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായ ഉടൻ തന്നെ CPM ഭരണത്തിൽ പീഡിപ്പിക്കപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത യദുവിന് അർഹമായ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ സ്പീക്കർക്ക് ഔദ്യോഗികമായി കത്ത് നൽകുകയായിരുന്നു. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ സാധാരണക്കാർ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അവർക്കൊപ്പമെല്ലാം ഉമ്മൻചാണ്ടിയുടെ മകൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് ചാണ്ടിയുമ്മൻ ഇതിലൂടെ നടത്തിയത്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന ഉമ്മൻചാണ്ടിയുടെ അതേ രാഷ്ട്രീയ ശൈലി ഉയർത്തിപ്പിടിച്ച ചാണ്ടിയുമ്മന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള അഭിനന്ദ പ്രവാഹമാണ് ലഭിക്കുന്നത്. ചാണ്ടിയുമ്മന്റെ കത്ത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ചാണ് നിയമസഭാ അധികൃതർ യദുവിന് ഡ്രൈവർ തസ്തികയിലേക്കുള്ള നിയമന ഉത്തരവ് കൈമാറിയത്. പാർട്ടി കോടതികളുടെ വിധികൾക്കും പോലീസിന്റെ ഭീഷണികൾക്കും മുന്നിൽ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാതെ നിയമ പോരാട്ടവുമായി മുന്നോട്ടുപോയ ഒരു സാധാരണ ഡ്രൈവർക്ക് ലഭിച്ച ചരിത്ര വിജയമാണിത്. അഹങ്കാരികളുടെ പതനവും ഇരകളുടെ ഉയർത്തെഴുന്നേൽപ്പും ഒരുമിച്ച് സംഭവിക്കുന്ന അപൂർവമായൊരു രാഷ്ട്രീയ കാവ്യനീതിക്കാണ് ഇപ്പോൾ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. ചുവപ്പ് നാടകളിൽ കുരുങ്ങി യദുവിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയവർക്ക് ജനങ്ങൾ നൽകിയ തിരിച്ചടിയുടെ സാക്ഷ്യപത്രം കൂടിയാണ് ഈ നിയമനം. ഇനി നിയമസഭാ വാഹനത്തിന്റെ വളയം യദുവിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും.